അസ്സലാമു അലൈക്കും. ഞാൻ ജനുദ്ദീൻ. മൊഗ്രാൽ ന്യൂസിൻ്റെ 8ാം എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് തുടർച്ചയായ 3ാം ദിവസമാണ് ഞങ്ങൾ മൊഗ്രാൽ ന്യൂസ് അവതരിപ്പിക്കുന്നത്. നിങ്ങളുടെ നിരന്തരമായ സഹകരണവും നിങ്ങളുടെ പ്രതികരണവും ഞങ്ങളെ വീണ്ടും വീണ്ടും വാർത്ത വായിക്കുവാൻ പ്രേരിപ്പിക്കും. വനിതാ സ്ഥാനാർത്ഥികളെ മൊഗ്രാൽ ന്യൂസിൽ ഉൾപ്പെടുത്തിയില്ല എന്ന വിമർശനത്തിന് കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങൾ പരിഹാരം കണ്ടിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. മൊഗ്രാലിലെ 6 വാർഡുകളിൽ നിന്നുള്ള ഏകദേശം 5000-ഓളം വോട്ടർമാർ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. നാളെ 23-ാം തീയതി വോട്ടാണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ വിലയേറിയ വോട്ടിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുത്ത് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം അവസാനിച്ചിരിക്കുകയാണ്. വളരെ വിജയപ്രതീക്ഷയിലാണ് ഞാനുള്ളത്. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം UDF ഈ പ്രാവശ്യം എൻ്റെ വാർഡിൽ നേടും. വിജയിച്ചു കഴിഞ്ഞാൽ മുൻഗണന നൽകുന്നത് ഒന്നാമത് എൻ്റെ വാർഡ് കൃഷിക്കാരുടെ നാടായിട്ടാണ് അറിയപ്പെടുന്നത്. കുട്ടിയമ്പളപ്പ്, അതുപോലെ മടിമുഖ്, KK പുറം ഭാഗങ്ങളിലൊക്കെ കൃഷിയുമായി ബന്ധപ്പെട്ട് ജീവിച്ചു പോരുന്ന സാധാരണക്കാരാണുള്ളത്. അപ്പോൾ കൃഷിക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ സർക്കാരിൽ നിന്നും അതുപോലെ തന്നെ ഒട്ടനവധി ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. പലപ്പോഴും അത് നമുക്ക് കിട്ടാതെ വരുന്നു. അവ ലഭിക്കാൻ, കൃഷിക്കാർക്ക് ആനുകൂല്യം ലഭ്യമാക്കാൻ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി പ്രവർത്തിക്കും. പിന്നെ നമ്മുടെ നാട് സാംസ്കാരിക സമ്പന്നമാണ്. ഇത്രത്തോളം സാംസ്കാരിക സമ്പന്നമായ ഈ നാട്ടിൽ ഒരു സാംസ്കാരിക നിലയം വേണമെന്ന ആവശ്യത്തിന് ഏറെ പഴക്കമുണ്ട്. അത് എത്രത്തോളം പ്രായോഗികമാക്കാൻ കഴിയുമെന്ന് ഞാൻ ശ്രദ്ധിക്കും. അത് ഏതായാലും ഒരു സാംസ്കാരിക നിലയം മൊഗ്രാലിൽ കൊണ്ടുവരാൻ ശ്രമിക്കും. വിജയപ്രതീക്ഷ എനിക്ക് 100% വിജയിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല, വിജയിക്കും. അപ്പോൾ ഞാൻ LDF സർക്കാരിൻ്റെ, കേരളത്തിൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരുന്ന സർക്കാരിൻ്റെ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇതുവരെ വോട്ട് അഭ്യർത്ഥിച്ചതും പിടിച്ചതും. അപ്പോൾ അതിലേറ്റവും കൂടുതൽ പാർപ്പിടം, കുടിവെള്ളം, അതുപോലെ റോഡ് മാർഗം, അടിസ്ഥാന സൗകര്യം, ഇതിനാണ് ഏറ്റവും മുൻഗണന കൊടുക്കുന്നത്. അതുപോലെ വിദ്യാഭ്യാസം, ഇതിനെല്ലാം ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നതാണ് ഞാൻ ആദ്യ ജനങ്ങളോട് അഭിപ്രായം പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുമെന്ന് ഇപ്പോഴും ഞാൻ പറയുന്നു. നല്ല വിജയപ്രതീക്ഷയാണ് എനിക്കുള്ളത്. കുമ്പള പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം എനിക്കായിരിക്കുമെന്നാണ് എല്ലാവരും പറയുന്നത്. ഇൻഷാ അല്ലാഹ് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരുപാട് വികസന പ്രവർത്തനം എൻ്റെ മനസ്സിലുണ്ട്. അതിൽ പ്രധാനമായും പാവങ്ങളുടെ കുടിവെള്ളം, പാർപ്പിട സൗകര്യം എന്നിവയ്ക്ക് ഞാൻ ഊന്നൽ നൽകും. 100% വിജയം മൊഗ്രാൽ വാർഡിൽ നല്ലൊരു ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ പറ്റുമെന്ന് തീർച്ചയാണ്. കാരണം അത്തരത്തിലുള്ള പ്രതികരണമാണ് ജനങ്ങളുടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടെ വാർഡിലുള്ള ആളുകൾക്ക് കുടിവെള്ളത്തിനും വല്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. കുടിവെള്ളത്തിനും പിന്നെ അതുപോലെ വിദ്യാഭ്യാസത്തിനുമാണ് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുക. തീർച്ചയായിട്ടും വിജയപ്രതീക്ഷയുണ്ട്. വൻ ഭൂരിപക്ഷത്തോട് വിജയിക്കും. ഫസ്റ്റ് പ്രിഫറൻസ് കൃഷിക്കാർക്ക്, ദെൻ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, പ്ലസ് ഹോസ്പിറ്റൽസ്. കഴിഞ്ഞ 25 വർഷത്തോളമായി ഇടതുപക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സഖാവ് അബ്ദുള്ള അധ്യക്ഷയുമായി ഞങ്ങളുടെ പ്രതിനിധി മിസ്റ്റർ MA അബ്ദുറഹ്മാൻ സംവദിക്കും. അധ്യക്ഷ, മറ്റൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൂടി നമ്മുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ഈ അവസരത്തിൽ ഇടതുപക്ഷ മുന്നണിയുടെ വിജയ സാധ്യത താങ്കൾ എത്രത്തോളം കാണുന്നു? ഇടതുപക്ഷത്തിന്റെ വിജയം എന്ന് പറഞ്ഞത് 25 കൊല്ലത്തിൽ ഇങ്ങോട്ട് കുമ്പള പഞ്ചായത്ത് ലീഗാന്ന് ഭരിക്കുന്നത്. ആ ലീഗ് ഭരിക്കുന്ന പഞ്ചായത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിന്റെ ഒരു മെമ്പറും കൂടി ഇല്ലാത്ത ഒരു 5 കൊല്ലം നീങ്ങിപ്പോയത് ഇതാണ്. ഈ പഞ്ചായത്തിൽ ഒരു വികസനവും ജനങ്ങൾക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇടതുപക്ഷത്തിന്റെ വിജയത്തിന് കൂടുതൽ ആഗ്രഹം ജനങ്ങളിലുണ്ട്. അത് ഏതുപോലെയെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറി ഈ മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ 3ാം സ്ഥാനത്തുണ്ടായി. 25,000 വോട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലുള്ള. ചെർക്കളം 3 കൊല്ലം 4 ഇലക്ഷനിലും ചെർക്കളം ജയിച്ച് 19 കൊല്ലം മഞ്ചേശ്വരത്ത് MLA ആയി.
ഈ 19 കൊല്ലത്തെ ഒരു വികസനവും ചെറുക്കളം മഞ്ചേശ്വരത്ത് കൊണ്ടുവരാത്തത് കൊണ്ട് ലീഗിന്റെ പ്രവർത്തകർ MLAക്ക് കൊടുക്കാൻ കഴിയാ വോട്ട് കുഞ്ഞമ്പൂന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് കുത്തിക്കൊണ്ടുണ്ടായ ലീഗുകാർ ആണുങ്ങളും പെണ്ണുങ്ങളും കുഞ്ഞമ്പൂന് വോട്ട് കുത്തിയത് കൊണ്ട് 42,000 ചില്ലാനം വോട്ട് 25,000 വോട്ട് 42,000 സീറ്റ് വോട്ടായിട്ട് 4,900 ചില്ലറ വോട്ട് ലീഡിന് കുഞ്ഞമ്പു മഞ്ചേശ്വരം വിജയിച്ചു. അതേ പ്രകാരം ഈ പഞ്ചായത്ത് ഇലക്ഷനിലും ജനങ്ങൾ ലീഗിനെ വെറുത്തിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ ഇടത് സ്വതന്ത്രന്മാരായിട്ട് മൊഗ്രാലിനെ സംബന്ധിച്ചിടത്തോളം 4 വാർഡിലും 4 ആളെ നിർത്തിയിട്ടുണ്ട്. ഈ 4 ആളും ഒരു പെണ്ണും 3 ആണും. ഈ 4 വാർഡും ലീഗുകാർ തന്നെ ഇടതിന് വോട്ട് ചെയ്തിട്ട് പഞ്ചായത്തിലേക്ക് എത്തിക്കുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം വളരെ ശക്തരായ സ്ഥാനാർത്ഥികളാണ്. എന്ന് വെച്ചാൽ മുഹമ്മദിനെതിരെ മത്സരിക്കുന്നത് നമ്മുടെ ദേശീയവേദിയുടെ മൂസയാണ് മത്സരിക്കുന്നത്. അപ്പോൾ മൂസ എന്ന് പറഞ്ഞാൽ ഒരുപാട് ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ട് മൂസ വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ മുഹമ്മദും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോഴത്തെ നല്ലൊരു പ്രവർത്തകനാണ്. ഒരുപാട് ജനകീയ പ്രശ്നങ്ങളിൽ മുഹമ്മദും ഇടപെട്ട് കൊണ്ടിരിക്കുന്ന ഒരാളാണ്. എന്നാൽ ഈ 2 പേരിലും ഒരു തുല്യമായൊരു മത്സരം കാണുന്നുണ്ടോ, അല്ല ഒരു അനായാസ വിജയം മുഹമ്മദിന് താങ്കൾ കാണും? മുഹമ്മദിൽ അനായാസം ആ വാർഡിൽ മൂസനെതിർക്ക് വിജയിക്കും. അത് ജനങ്ങൾ ഒന്നാമത്തത് പഞ്ചായത്തിൻ്റെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. ഈ മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓന് അനായാസം വിജയിക്കും. ഇത് ഒരുപാട് ഗൾഫിൽ ഉള്ള നമ്മുടെ നാട്ടുകാരാണ് ഈ കാണുന്നത്. ഗൾഫിലുള്ള പേശകർ കുമ്പള പഞ്ചായത്തിൻ്റെ ഒരു മാറ്റത്തിന് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളെ കുടുംബ മിത്രാദികളോട് അവിടുന്ന് വിളിച്ചിട്ട് ഇടത് സ്വാതന്ത്ര്യന്മാർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ അവിടുന്ന് അഭ്യർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇതുവരെ ഞങ്ങളോട് സഹകരിച്ച സഖാവ് അബ്ദുള്ളക്ക് നിങ്ങളുടെ എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. സാഹസികത നിറഞ്ഞ മോട്ടോർ സ്പോർട്സ് രംഗത്ത് വിപ്ലവകരമായ വിസ്മയകരമായ മുന്നേറ്റമാണ് മൂസ ഷെരീഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹിമാലയൻ റാലിയിലെ ഉജ്ജ്വല വിജയത്തിന് ശേഷം മൂസ ഷെരീഫ് ഇപ്പോൾ നാട്ടിലെത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് ഞങ്ങളുടെ പ്രതിനിധി മിസ്റ്റർ ZA മുഗ്രാൽ നടത്തിയ അഭിമുഖത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക്. മുഗ്രാൽ അഭിമാനമായി ചേർന്ന ഷെരീഫ് ഒരുപാടിനോട് നമുക്ക് ഈ മുഗ്രാൽ ഓൺലൈനിലുള്ള അഭിനന്ദനം കടപ്പാടുകയാണ്. താങ്കൾ ഇതുവരെ ഉള്ള വിജയത്തിന്റെ പിന്നിലുള്ള ശക്തിയും പ്രചോദനവും അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിൽ കിട്ടിയ റാലിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, ബാക്കി കാര്യങ്ങൾ പിന്നീട് നമ്മൾ ഓരോ വിഷയത്തിലേക്ക് വരുമ്പോൾ സംസാരിക്കാം. താങ്കൾ പറയാം. കഴിഞ്ഞ ആഴ്ച ഹിമാലയൻ റാലി 12ാമത് ഹിമാലയൻ റാലി ഞാൻ ജേതാവായി. കാർ കാറ്റഗറിയിലാണ് മത്സരിച്ചത്. ഇത് 6ാം തവണയാണ് ഞാൻ ഹിമാലയൻ റാലി മത്സരിക്കുന്നത്. അതിൽ 3 തവണ ജേതാവായി. 1992ലാണ് ഞാൻ മോട്ടോർ റാലി ഫീൽഡ് ആരംഭിച്ചത്. ഇതുവരെയായിട്ട് എത്രത്തോളം റാലികൾ സംബന്ധിച്ചിട്ടുണ്ട്? ഇതുവരെ 192 റാലിയിൽ മത്സരിച്ചു. അതിൽ 61-62 ഏകദേശം റാലിയിൽ വിജയിക്കുകയും 1, 2, 3 സ്ഥാനങ്ങൾ ഉൾപ്പെടെ ഏകദേശം ഒരു 200 സമ്മാനങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തു. ഒരുപാട് സ്ഥലം കാണുകയും ചെയ്തിട്ടുണ്ട്. അവരുമായിട്ട് റാലി ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും? ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റും, അതുപോലെ ഹിമാലയം മുതൽ കേരള, ഗുജറാത്ത് മുതൽ നാഗാലാൻഡ് വരെയുള്ള എല്ലാ സ്ഥലവും വിസിറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ വർഷവും ഏകദേശം 10-15 റാലിയിലാണ് ഞാൻ മത്സരിക്കാറ്. രണ്ട് തവണ ദേശീയ ചാമ്പ്യൻഷിപ്പും കരസ്ഥമാക്കി. 2007, 2009. പിന്നെ മലേഷ്യൻ ചാമ്പ്യൻഷിപ്പും കരസ്ഥമാക്കി. ഏഷ്യ സോൺ ക്രോസ് കൺട്രി റാലി ചാമ്പ്യൻഷിപ്പും കരസ്ഥമാക്കി. ഈ റാലി ഫീൽഡിലൂടെ ഇന്ത്യയിലെ മലേഷ്യ, തായ്ലാൻഡ് എല്ലാ സ്ഥലങ്ങളും വിസിറ്റ് ചെയ്തു ഞാൻ. ആദ്യകാലത്തൊക്കെ ബൈക്ക് റേസിലായിരുന്നു, പിന്നീട് കാർ റാലിയിലേക്ക് മാറാനുള്ള കാരണം? വേൾഡ് വൈഡ് 4 വീൽ റാലിയാണ് പ്രാധാന്യം കൽപ്പിക്കാറ്. സേഫ്റ്റിയും കൂടുതലാണ് അതിൽ, അതുകൊണ്ടാണ്. ഇന്ത്യയിലെ ഈ കാർ റാലിക്കാണോ പ്രാധാന്യമുള്ളത്, ബൈക്ക് റാലിക്കാണോ? എങ്ങനെയാണ് അതിന്റെ ഡിഫറൻസ്?
കാർ റാലിക്ക് തന്നെ. ഇന്ത്യയിലല്ല ലോകത്തെ ഏത് സ്ഥലമാണ് കാർ റാലിക്ക് തന്നെ. സാധാരണ രീതിയിൽ ബൈക്ക് റാലി ഇപ്പോൾ കുറഞ്ഞുകൊണ്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ബൈക്ക് റാലി പൊതുവെ ഇപ്പോ ഇൻഡോർ സ്റ്റേഡിയത്തിനകത്ത് മാത്രമാണ് നടക്കാറ്, ഇല്ലെങ്കിൽ ചെറിയ ചെറിയ റാലി മാത്രം. കേരളത്തിൽ ആളുകൾ വരാത്തതിന് കാരണം സ്പോൺസറിന്റെ അഭാവം എന്ന് പറയുന്നു. ആയിക്കോട്ടെ, കാസർഗോഡ് ആദ്യമായിട്ട് ഒരു റാലി സംഘടിപ്പിക്കുകയും പിന്നീട് രണ്ടോ പേര് പിന്നീട് മരിച്ചു പോകുന്ന അവസ്ഥയുണ്ടായി. എന്തുകൊണ്ട് തുടർന്നുള്ള ഒരു റാലിക്ക് ശ്രമിച്ചുകൂടാ? ഇന്ത്യയിൽ മിക്ക സ്ഥലങ്ങളിലും കൂടുതൽ സ്പോൺസർ ഉള്ളത് കാരണം അവിടെ തന്നെ ഞാൻ റാലി സംഘടിപ്പിക്കാറാണ്. അപ്പൊ ഇപ്പൊ സമയം കണ്ടെത്താൻ കഴിയാത്തതാണ് അതിന്റെ തീരുമാനം. അതിൽ കാസർഗോഡ് ഒരുപാട് ആളുകൾ പ്രതീക്ഷിക്കുന്നു എന്നാണ് അറിയുന്നത് ഈ റാലിക്ക് വേണ്ടിയുള്ള. ഇത്തരം ഒരു സന്ദർഭത്തിൽ ഒരു അടുത്ത വർഷങ്ങളിൽ ഒരു സന്ദർഭം ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടാകണം, ശ്രമിച്ചുകൂടാ? അതെ, അടുത്ത വർഷം അതിന് ഞാൻ ട്രൈ ചെയ്യാം. ഇനി ഈ വർഷം ബാക്കി നിൽക്കുന്ന മത്സരത്തെ സംബന്ധിച്ച് പറയാൻ പറ്റും? ഇന്ത്യൻ ചാമ്പ്യൻഷിപ്പിൽ 4 റൗണ്ടാണുള്ളത്. ഡൽഹി, ഹൈദരാബാദ്, കൊച്ചിൻ, ബാംഗ്ലൂർ. പിന്നെ മലേഷ്യയിൽ 2 റാലി, അതുപോലെ തായ്ലൻഡിൽ 3 റാലി. ഇത്രയും റാലി ഈ സീസണിൽ മത്സരിക്കാൻ ബാക്കിയുള്ളൂ. സോഷ്യലിസ്റ്റ് ജനതാദളിന്റെ കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് മിസ്റ്റർ സിദ്ദീഖ് അലി മൊഗ്രാൽ ന്യൂസുമായി അല്പനേരം ചെലവഴിച്ചു. മിസ്റ്റർ എം.എ. അബ്ദുറഹ്മാൻ അദ്ദേഹവുമായി സംസാരിക്കും. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണികളുടെ ബന്ധം വിച്ഛേദിക്കേണ്ടി വന്നു. UDF-ലേക്ക് താങ്കൾ പ്രവേശിക്കപ്പെട്ടു, താങ്കളുടെ പാർട്ടി. താങ്കൾക്ക് എന്ത് തോന്നുന്നു ആ പഴയ ഇടതുപക്ഷ ബന്ധവും ഇപ്പോഴത്തെ UDF ബന്ധവും? UDF ബന്ധം LDF ബന്ധത്തെക്കാൾ എത്രയോ നല്ലതാണെന്ന് തോന്നുന്നു. കാരണം എന്ന് പറഞ്ഞാൽ LDF-ൽ ഞങ്ങൾക്ക് ഒരു ഇത്ര കൊല്ലം 35 കൊല്ലം ഉണ്ടായിരുന്നിട്ടും അവരുടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പോലും നമുക്ക് ഉണ്ടായിരുന്നില്ല ഇതുവരെ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. താങ്കളുടെ അടക്കമുള്ള UDF-ന്റെ ഇപ്പോഴത്തെ നില എങ്ങനെയായിരിക്കും? കൂടുതൽ മെച്ചപ്പെടുമോ അതോ കഴിഞ്ഞ വർഷത്തേക്കാൾ? തീർച്ചയായും മെച്ചപ്പെടും. കാരണം എന്ന് പറഞ്ഞാൽ മുമ്പുണ്ടായിരുന്നേക്കാളും ഇപ്പം ഞങ്ങൾ മാത്രമല്ല IN-ലും ഇതിൽ ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഘടകകക്ഷികളും LDF-ൽ നിന്ന് UDF-ലേക്ക് വന്നത് ഒരു പ്ലസ് പോയിന്റാണ് കരുതുന്നത്. താങ്കളുടെ വീടടക്കമുള്ളത് 18-ാം വാർഡിലാണ്. 18-ാം വാർഡിൽ താങ്കളുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇപ്പോൾ ഇവിടെ UDF-ൽ ഷുഹൈബും അതുപോലെ തന്നെ LDF-ലെ ശ്രീ താജുദ്ദീനുമാണ് ഇവിടെ മത്സരിക്കുന്നത്. എങ്ങനെയാണ് UDF-ന്റെ ഇവിടുത്തെ വിജയപ്രതീക്ഷ? 18-ാം വാർഡിലെ അതിൻ്റെ കമ്മിറ്റിയുടെ ചെയർമാനാണ് ഞാൻ. പക്ഷേ അതിൽ മുമ്പത്തിനേക്കാളും കൂടുതൽ ഇപ്പം എല്ലാവരും നന്നായിട്ട് ഒറ്റക്കെട്ടായി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് വിജയസാധ്യത മാത്രമല്ല ഏറ്റവും നല്ല മെജോറിറ്റിയിൽ ജയിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. വീണ്ടും താങ്കളുടെ പഴയ നേതാവ് ശ്രീ ദേവഗൌഡയുമായി അവരുടെ പാർട്ടിയുമായി താങ്കളുടെ പാർട്ടി വീണ്ടും ഒന്ന് ലയിക്കുകയോ ഇല്ലെങ്കിൽ താങ്കൾ ഒന്നാവുകയോ ചെയ്യുകയാണെങ്കിൽ ആ ദേവഗൌഡ വീണ്ടും ഇടതുപക്ഷത്തിലേക്കാണ് ദേവഗൌഡയുടെ സമീപനമാണ് ഇടതുപക്ഷത്തോടുള്ള സമീപനം ആണ് ദേവഗൌഡ ഉള്ളതെങ്കിൽ താങ്കളുടെ പാർട്ടി അങ്ങനെ വീണ്ടും ഇടതുപക്ഷത്തേക്ക് പോകുമോ? അത് ഞങ്ങളുടെ പാർട്ടി നേതൃത്വം തീരുമാനിച്ചതുപോലെ ഞങ്ങൾ ചെയ്യും. ഏതായാലും ഞങ്ങളോട് ഇതുവരെ സഹകരിച്ചതിന് വളരെയധികം നന്ദി. നമസ്കാരം. ഫ്രണ്ട്സ് മൊഗ്രാലിന്റെ പ്രവാസി പ്രതിഭാ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. പത്രപ്രവർത്തനം, വിദ്യാഭ്യാസം, സാമൂഹ്യ സേവനം എന്നീ 3 മേഖലകളിൽ സമഗ്ര സംഭാവനകൾ സമർപ്പിച്ചവർക്ക് മൊഗ്രാൽ ഫ്രണ്ട്സ് അസോസിയേഷൻ പ്രവാസി പ്രതിഭാ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. പത്രപ്രവർത്തനത്തിന് KM അബ്ബാസിനും വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച BM അഹമ്മദ് റാഫിക്കും അതുപോലെ സാമൂഹ്യ സേവന രംഗത്ത് സമഗ്ര സംഭാവനകൾ നൽകിയ KM അബ്ദുള്ളയ്ക്കുമാണ് ഈ പുരസ്കാരങ്ങൾ ഫ്രണ്ട്സ് മൊഗ്രാൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നവംബർ അവസാനം മൊഗ്രാലിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. പ്രവാസി പ്രതിഭാ പുരസ്കാര ജേതാക്കളെ നിശ്ചയിച്ചത് MP മുഹമ്മദ് കുഞ്ഞി ഷാർജ ചെയർമാനും MA അബ്ദുറഹ്മാൻ ദുബായ്, കോട്ട അനീസ് റഹ്മാൻ ദുബായ്, സെഡെ മൊഗ്രാൽ അബുദാബി എന്നിവരടങ്ങിയ ജൂറിയാണ്. പത്രസമ്മേളനത്തിൽ ഫ്രണ്ട്സ് ക്ലബ്ബ് UAE കമ്മിറ്റി ചെയർമാൻ സെഡെ മൊഗ്രാൽ, അബുദാബി കമ്മിറ്റി പ്രസിഡന്റ് UM നൂറുൽ അമീൻ, ട്രഷറർ ഹാഷിം കൊപ്പളം, മൊഗ്രാൽ ഫ്രണ്ട്സ് ക്ലബ്ബ് രക്ഷാധികാരി PC ആഷിഫ്, EMS ഖാദർ എന്നിവർ പത്രസമ്മേളനത്തിൽ സംബന്ധിച്ചു.